ആയിട്ട് മിഡീവൽ വേൾഡിനെ കുറിച്ചാണ് പറയപ്പെടുന്നത്. മിഡീവൽ ഏജ് എന്ന് പറയുന്ന കാലഘട്ടം ചോദിച്ചാൽ 5-ാം നൂറ്റാണ്ട് തൊട്ട് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ലോകത്തെമ്പാടും 5 തൊട്ട് 15 വരെയുള്ള കാലഘട്ടത്തിന് അറിയപ്പെടുന്നതാണ് മിഡീവൽ വേൾഡ് എന്നറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ കാലഘട്ടം ചോദിച്ചാൽ 5 തൊട്ട് 15 വരെയാണ് അതിൻ്റെ കാലയളവ്. സെഞ്ചുറി ടു 15th സെഞ്ചുറിയാണ് മിഡീവൽ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മിഡീവൽ വേൾഡ് ലോകത്തെമ്പാടും പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും ഒരുപോലെ, മറ്റു കാര്യങ്ങളിൽ വ്യത്യസ്തമായിരുന്നാൽ പോലും മിഡീവൽ വേൾഡ് ഈ പീരീഡിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ, എക്കണോമിക്കായിട്ട് മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് എല്ലായിടത്തും ഒരുപോലെ. ഏത് വൻകരകളിൽ നോക്കിയാൽ ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ വൻകരകളിലൊക്കെ മിഡീവൽ പീരീഡിൻ്റെ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ചേഞ്ചസൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു പറയാം. അത് നമുക്കിപ്പോൾ ഓരോ രാജ്യങ്ങളിലുള്ള, അല്ലെങ്കിൽ സെൻറ്റേഴ്സ് ഓഫ് പവർ രാജ്യങ്ങളിലുള്ള അവരുടെ അഡ്മിനിസ്ട്രേഷൻ പവർ, അല്ലെങ്കിൽ ആ രാജ്യം എങ്ങനെയൊക്കെയാണ് മറ്റു രാജ്യങ്ങളിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ കാണിക്കുന്നത് എന്നുള്ള രീതിയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം നടക്കുന്നത് റോമൻ എംപയർ ആണ്. ഒരുപാട് സാമ്രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമൻ എംപയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നീട് നമ്മൾ അറബ് എംപയർ, പിന്നെ ചൈനയുടേത്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് റോമൻ എംപയർ ആണ്. ഇപ്പോൾ റോമൻ എംപയറിനെ കുറിച്ചുള്ള നമുക്കറിയാം, ആധുനിക പുരാതന കാലത്തുള്ള എംപയറിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു സാമ്രാജ്യമാണ് റോമൻ എംപയർ നടക്കുന്നത്. അപ്പം പഴയ കാലത്ത് നോക്കി തന്നെ ആൻഷ്യൻ്റ് വേൾഡിലെ ഒരു പുരാതനമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ എംപയർ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ റോമൻ എംപയർ അന്നത്തെ രാജാവായിരുന്ന ഡയോക്ലീഷ്യസ് എന്ത് ചെയ്തു? ഈ റോമൻ എംപയറിനെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നു. വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഡയോക്ലീഷ്യൻ എന്നുള്ള ഒരു ചക്രവർത്തി, അന്നത്തെ അവിടെ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന റോമൻ എംപയർ ആയിരുന്ന ഡയോക്ലീഷ്യൻ സാമ്രാജ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതിൽ ഒന്നാമത് അറിയപ്പെടുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമെന്നും വെസ്റ്റേൺ റോമെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഡയോക്ലീഷ്യസ് ആയിരുന്ന അന്നത്തെ ചക്രവർത്തി ഡയോക്ലീഷ്യസ് റോമൻ സാമ്രാജ്യത്തെ രണ്ടായി തിരിക്കുന്നു. ഈസ്റ്റേൺ റോമൻ എന്നും വെസ്റ്റേൺ റോമൻ എന്നും പാശ്ചാത്യവും പൗരസ്ത്യമായിട്ടുള്ള രണ്ട് തലത്തിലേക്ക് ഇതിനെ മാറ്റുന്നു. അതിൽ ഓരോന്നിനും ഓരോ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്. ഈസ്റ്റേൺ റോമിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. അതുപോലെ വെസ്റ്റേൺ റോമിൻ്റെതാണെങ്കിൽ റോമുമായിരുന്നു. ഈസ്റ്റേൺ റോമൻ എംപയറുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ. അതുപോലെ തന്നെ വെസ്റ്റേൺ റോമൻ, പാശ്ചാത്യമെന്നും പൗരസ്ത്യം എന്നറിയപ്പെടുന്നതാണ് രണ്ട് ഭാഗങ്ങൾ. അതിൽ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ സാമ്രാജ്യം റോമും ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ സാമ്രാജ്യം നമുക്കറിയാം കോൺസ്റ്റാന്റിനോപ്പിളും ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയുന്നത്, സെന്റേഴ്സ് ഓഫ് പവറിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചായിരുന്നു. ഈ റോമൻ സാമ്രാജ്യം അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യസ് തൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക്, ഭരണത്തിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നു. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും വെസ്റ്റേൺ റോമൻ എംപയർ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതിൽ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് റോം ആയിരുന്നു. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മിഡീവൽ ഏജ് എപ്പോഴെന്ന് ചോദിച്ചാൽ 50 to 15th സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പേരാണ് മിഡീവൽ വേൾഡ് എന്നറിയപ്പെടുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേര് എന്നറിയപ്പെടുന്നത് ബൈസാന്റിയം എന്നായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേര് ബൈസാന്റിയം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിച്ച പേരാണ് ബൈസാന്റിയം ഡൈനാസ്റ്റി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്കറിയാം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇന്നത്തെ പേര് ഇസ്താംബുൾ എന്നാണ്. അപ്പോൾ ഇതിനെ പഴയ കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിനെ വിളിച്ചിരുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? ബൈസാന്റിയം. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യത്തെ വിളിച്ച പേരാണ് ബൈസാന്റിയം എംപയർ എന്ന് അറിയപ്പെട്ടിരുന്നു.
ഈസ്റ്റേൺ റോമൻ എംപയർ അതർവൈസ് കാൾഡ് ഏതാണ് ബൈസാൻഡിയം എംപയർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. റോമൻ സാമ്രാജ്യത്തെ ഡയോക്ലീഷ്യസ് ചക്രവർത്തി രണ്ടായിട്ട് വിഭജിച്ചു. തൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടി രണ്ടായിട്ട് വിഭജിക്കുന്നു. അതിൽ ഒന്ന് ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും പിന്നെ രണ്ടാമത്തത് വെസ്റ്റേൺ റോമൻ എംപയർ എന്നും തരംതിരിച്ചിരുന്നത്. അതിൽ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് ഏതെന്ന് വെച്ചാൽ കോൺസ്റ്റാന്റിനോപ്പിൾ. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോമുമായിരുന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ പഴയ കാലത്ത് വിളിച്ചിരുന്ന പേര് ബൈസാൻഡിയം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യത്തെ വിളിക്കുന്നത് ബൈസാൻഡിയം എംപയർ എന്നും വിളിച്ചിരുന്നു. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഇത് വേറൊരു ചക്രവർത്തിയെക്കുറിച്ച്, ജസ്റ്റീനി എന്നുള്ള ചക്രവർത്തിയെക്കുറിച്ച്, നമ്മൾ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന വേറൊരു ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നുള്ള ഒരു നിയമ സംഹിത കൊണ്ടുവന്നു. കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നുള്ള ഒരു നിയമ സംഹിത ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനും ഈ കോഡ് ഓഫ് ലാ നിയമിച്ചത് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് അറിയപ്പെടുന്നത്. ഇതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഈ കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയെന്ന് വെച്ചാൽ ദ കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ. കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നുള്ള നിയമ സംഹിതയ്ക്ക് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമത്തത് ദി കോഡ്, രണ്ടാമത്തത് ഡൈജസ്റ്റ്, മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഈ കോർപ്പസ് ജൂറിസ് സിവിൽസ് ഉണ്ടായിരുന്നു. ഇത് നിലനിർത്തുന്ന 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത് ജസ്റ്റിസ്, റീസണിങ് ആൻഡ് ജനറോസിറ്റി എന്നിവ അടങ്ങിയതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ നിയമ സംഹിതകൾ. ജസ്റ്റിസ് ഉണ്ടായിരുന്നു, നീതി ഉണ്ടായിരുന്നു, പിന്നെയോ ജസ്റ്റിസ് ആൻഡ് റീസണിങ് യുക്തിചിന്ത, ഇങ്ങനെയൊക്കെ, പിന്നെ ജനറോസിറ്റി, ഇങ്ങനെ 3 കാര്യങ്ങൾ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമം എന്നറിയപ്പെടുന്നത്. അപ്പം ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം കൊണ്ടുവന്ന നിയമ സംഹിതയാണ്. അതിൻ്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് അതിൻ്റെ പേര് അറിയപ്പെടുന്നത്. കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ നിയമ സംഹിതയുടെ പേര്. ഈ നിയമ സംഹിത 3 ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. ദി കോഡ്, ദി ഡൈജസ്റ്റ്, ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഇത് അടങ്ങിയിരിക്കുന്നത് 3 കാര്യങ്ങളായിരുന്നു. ഏതൊക്കെയെന്ന് വെച്ചാൽ ജസ്റ്റിസ്, റീസണിങ് ആൻഡ് ജനറോസിറ്റി, ഇങ്ങനെ 3 കാര്യങ്ങൾ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. കോർപ്പസ് ജൂറിസ് സിവിൽസ് കൊണ്ടുവന്ന ചക്രവർത്തിയായിരുന്നു വെച്ചാൽ ജസ്റ്റീനിയൻ ചക്രവർത്തിയായിരുന്നു. ഇപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിലുണ്ടായിരുന്ന ക്രിസ്ത്യനായ ഒരു ചക്രവർത്തിയായിരുന്നു ഈ ജസ്റ്റീനിയൻ ചക്രവർത്തി. അദ്ദേഹം കൊണ്ടുവന്ന നിയമ സംഹിതയുടെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ദി കോഡ്, ദി ഡൈജസ്റ്റ് ആൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ 3 ഭാഗങ്ങൾ. ഇത് അധിഷ്ഠിതമായ ഇതിലൊക്കെയെന്ന് വെച്ചാൽ റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി, ഈ 3 രീതിയിലായിരുന്നു ഇത് അടിസ്ഥാനമാക്കിയിരുന്നത്. അപ്പം എന്താണ് ദി കോഡ് എന്ന് ചോദിച്ചാൽ അതൊരു ബുക്കായിരുന്നു. അവിടെ നിലനിന്നിരുന്ന നിയമങ്ങളെ അവിടെ പ്രിവെയിൽ ചെയ്തിരുന്ന നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നതായിരുന്നു ദി കോഡ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ലാസിനെ കുറിച്ചുള്ളത് ഒരു ബുക്കായിരുന്നു കോഡ് എന്നറിയപ്പെടുന്നത്. എക്സിസ്റ്റിംഗ് ലാസിനെ കുറിച്ച്, ആ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ കുറിച്ച് പറയപ്പെടുന്ന നിയമങ്ങളെല്ലാം ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു ബുക്കിന്റെ പേരായിരുന്നു ഏത്? ദി കോഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. ഈ 3 ഭാഗങ്ങളിൽ ഒന്നാമത്തായിരുന്നു ദി കോഡ്. അത് ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൽ അന്നുവരെ നിലനിന്നിരുന്ന സാധാരണ ഉണ്ടായിരുന്ന നിയമങ്ങളെ ഉൾക്കൊള്ളിച്ചു വരുന്ന ഒരു പുസ്തകമായിരുന്നു ദി കോഡ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഡൈജസ്റ്റ് ഏത് ചോദിച്ചാൽ അവിടുത്തെ ജൂറിമാരൊക്കെ ഏർപ്പെടുന്ന അവരുടെ ഒപ്പീനിയൻസ് റിഗാർഡിംഗ് ദിയർ ലാസ്, അപ്പം അവരുടെ നിയമത്തെക്കുറിച്ചൊക്കെ അവരുടെ ഒപ്പീനിയൻസ് രേഖപ്പെടുന്ന ഒരു പുസ്തകമായിരുന്നു ഡൈജസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ എക്സിസ്റ്റിംഗ് ലാസിനെ കുറിച്ച് പറഞ്ഞത് ദി കോഡ്, പിന്നെ ജൂറിസ്റ്റിൻ്റെ അവരുടെ ഒപ്പീനിയൻ അടയാളപ്പെടുത്തിയിരുന്ന പുസ്തകമായിരുന്നു ഡൈജസ്റ്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്നത്
ബുക്ക് സ്റ്റഡി ഓഫ് ലാ, നിയമം പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബുക്കിന്റെ പേരായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ജസ്റ്റീനിയൻ ചക്രവർത്തി കൊണ്ടുവന്നൊരു അദ്ദേഹത്തിന്റെ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നുള്ള നിയമ സംഹിത. അപ്പൊ അന്ന് ആ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് കുറച്ച് നിയമങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നു. പിന്നെ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരുന്നത് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, റീസണിങ്, ജനറോസിറ്റി, മഹത്വവൽക്കരിക്കും, ഇതൊക്കെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നറിയപ്പെടുന്നതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. ദി കോഡ്, ദി ഡൈജസ്റ്റ്, ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുന്നു. എക്സിസ്റ്റിംഗ് ലാസിനെ കുറിച്ച് പറയുന്ന ബുക്കായിരുന്നു ദി കോഡ്. അടുത്ത ഒപ്പീനിയനെ കുറിച്ച്, അവിടുത്തെ നിയമജ്ഞരുടെ ഒപ്പീനിയനെ കുറിച്ച് പറയുന്ന ബുക്കായിരുന്നു ഡൈജസ്റ്റ്. പിന്നെ നിയമം പഠിക്കുന്നതിന് വേണ്ടി സ്റ്റഡി ഓഫ് ലാക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഭാഗം പഠിച്ചത്. മറ്റു ലോക രാഷ്ട്രങ്ങളിലെ തലവന്മാരും ഈ പുസ്തകത്തിനെ കുറിച്ച് പഠിക്കുകയും അവരുടെ രാജ്യത്ത് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നെപ്പോളിയൻ ചക്രവർത്തി. നമ്മുടെ ഫ്രഞ്ചുകാരനായിരുന്ന നെപ്പോളിയൻ ചക്രവർത്തി ഈ ഈസ്റ്റേൺ റോമൻ എംപയർ നിലനിർന്ന ഇദ്ദേഹത്തിന്റെ കോർപ്പസ് ജൂറിസ് സിവിൽസ് വായിക്കുകയും അത് അവരുടെ ഫ്രാൻസിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നു. ഇത്രയും മനസ്സിലായി കാണും. ഒന്നുകൂടി പറഞ്ഞു തരാം. ജസ്റ്റീനിയൻ ചക്രവർത്തി, ഈസ്റ്റേൺ റോമൻ എംപയറിലെ ജസ്റ്റീനിയൻ ചക്രവർത്തിയായിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. അദ്ദേഹം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്നറിയപ്പെടുന്നത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നുള്ള കോഡ് ഓഫ് ലാ ആണ്. ഈ കോഡ് ഓഫ് ലായിൽ 3 ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ദി കോഡ്, ദി ഡൈജസ്റ്റ്, ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇങ്ങനെ 3 ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതിൽ കോഡ് എന്നറിയപ്പെടുന്നത് ഒരു ബുക്കാണ്. ആ ബുക്ക് വെച്ചിട്ട് അവിടെ നിലനിന്ന പ്രിവേലിയൻ ലോസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബുക്കായിരുന്നു ദി കോഡ് എന്നറിയപ്പെടുന്നത്. ദി ഡൈജസ്റ്റ് എന്ന് ഏതെന്ന് ചോദിച്ചാൽ അവിടുത്തെ നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഒപ്പീനിയൻസ് റിഗാർഡിംഗ് ദ ലോസ്, അതിനെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ബുക്കായിരുന്നു ഇത് ഡൈജസ്റ്റ്. അടുത്ത് വരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ആർക്കെങ്കിലും പുതുതായിട്ട് നിയമം പഠിക്കണമെങ്കിൽ ഈ ടെസ്റ്റ് നോക്കി പഠിക്കാം, അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടൊരു പുസ്തകമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അറിയപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഏർപ്പെടുത്തിയിട്ട് തങ്ങളുടെ രാജ്യത്ത് ഏർപ്പെടുത്താൻ ശ്രമിച്ച ഒരു രാജാവായിരുന്നു നെപ്പോളിയൻ, അല്ലെങ്കിൽ ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ. അപ്പൊ ഇത്രയാണ് ഈസ്റ്റേൺ റോമൻ എംപയറിൽ പറയപ്പെടുന്നത്. പിന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് ശേഷം നശിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ പ്രൗഢിയെല്ലാം നഷ്ടപ്പെടുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം. 5th സെഞ്ചുറി തൊട്ട് 15th സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിന് വിളിച്ച പേരാണ് മിഡീവൽ പീരീഡ്, മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്. ലോകത്തില് മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്ന 5ാം നൂറ്റാണ്ട് തൊട്ട് 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിന് വിളിച്ച പേരാണ് മിഡീവൽ പീരീഡ് അല്ലെങ്കിൽ മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ മധ്യകാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലും പല തരത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവരെല്ലാത്തിനെയും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഏഷ്യയിലോ ആഫ്രിക്കയിലോ ഇനി എവിടെ നോക്കിയാലും അവരുടെ പൊളിറ്റിക്കൽ സറൗണ്ടിങ്സ് ഒക്കെ അല്ലെങ്കിൽ ചുറ്റുപാടുകളൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ അതിന് കുറേ രാഷ്ട്രങ്ങളെക്കുറിച്ച് ഓരോ രാഷ്ട്രങ്ങളുടെ പവറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഈ റോമൻ എംപയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. റോമൻ എംപയർ 2ആയിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. പൗരസ്ത്യമെന്നും പാശ്ചാത്യമെന്നും 2ആയിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെ വിഭജിച്ച ചക്രവർത്തി ആരെന്ന് വെച്ചാൽ ഡയോക്ലീഷ്യസ് ചക്രവർത്തി ആയിരുന്നു. അപ്പോൾ ഡയോക്ലീഷ്യസ് ചക്രവർത്തി തൻ്റെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ 2ആയിട്ട് വിഭജിച്ചിരുന്നത്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും വെസ്റ്റേൺ റോമൻ, ഇതൊക്കെ പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്നും പിന്നെ പാശ്ചാത്യ റോമ സാമ്രാജ്യം 2ആയിട്ട്, പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്നും പാശ്ചാത്യ റോമ സാമ്രാജ്യം 2ആയിട്ടുണ്ട്. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റല് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന റോമായിരുന്നു. നമ്മുടെ വിശുദ്ധന്മാരുടെ നഗരം എന്നറിയപ്പെടുന്ന റോമായിരുന്നു. ഇന്നത്തെ വെസ്റ്റേൺ റോമൻ എംപയർ, ഈ പാശ്ചാത്യ റോമൻ സെന്ററിലുള്ള അവരുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. അപ്പം ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഡയോക്ലീഷ്യസ് ഇതിനെ 2ആയിട്ട് വിഭജിച്ചിരുന്നത്. അടുത്ത് ഞാൻ പറയുന്നു ഈ ഇതിൽ തന്നെയാണ്
ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച്, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേരെന്നറിയപ്പെടുന്നത് ബൈസാന്റിയം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ വിളിച്ച മറ്റൊരു പേരാണ് ബൈസാന്റിയം സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നു. ഇതിനെ വിളിച്ച മറ്റൊരു പേരാണ് ബൈസാന്റിയം സാമ്രാജ്യം. ബൈസാന്റിയം സാമ്രാജ്യമായിരുന്നു പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഇസ്താംബുൾ എന്നാണ്. അപ്പൊ ബൈസാന്റിയം സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റലായിരുന്നു. അതിന് പിന്നീടുള്ള പേര് കോൺസ്റ്റാന്റിനോപ്പിൾ, പിന്നീട് അതിനെ വിളിച്ച പേരായിരുന്നു ഇസ്താംബുൾ. അടുത്തന്നെ ഇതിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തിയുടെ പേരാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ജസ്റ്റീനിയൻ. അപ്പൊ ആ ജസ്റ്റീനിയൻ ചക്രവർത്തി കൊണ്ടുവന്ന ഒരു ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന്റെ നിയമ സംഹിതയാണ്. ലോകരാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് ലോകങ്ങൾക്ക് പഠിക്കാൻ കൂടി കണക്കാക്കിയ അദ്ദേഹം ഈ നിയമ സംഹിത ഉണ്ടാക്കിയത്. ഈ നിയമ സംഹിതയുടെ പേരായിരുന്നു കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നായിരുന്നു. അപ്പൊ കോർപ്പസ് ജൂറിസ് സിവിൽസ് 3 കാര്യങ്ങൾ അധിഷ്ഠിതമായിരുന്നു. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഉണ്ടായിരുന്നു, നീതി നടപ്പിലാക്കിയതാണ്, റീസണിങ് ഉണ്ടായിരുന്നു, യുക്തിക്കനുസരിച്ച്. എന്നിട്ട് നമുക്കറിയാം പല അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുക്തിചിന്തയ്ക്കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നുള്ള നിയമസംഹിത ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ, പിന്നെ ജനറോസിറ്റി, ഔദാര്യത ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ കോർപ്പസ് ജൂറിസ് സിവിൽസ് നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ദ കോഡ്, ദി ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. കോഡിൽ അവിടുത്തെ നിന്നിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു ദി കോഡ്. അപ്പൊ അവിടെ തന്നെ ആ സമൂഹത്തിൽ നിലനിന്ന നിയമങ്ങളെ കുറച്ചുകൂടി മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയൊരു ബുക്കായിരുന്നു ദി കോഡ് എന്നറിയപ്പെടുന്നത്. പിന്നെ നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന ഒരു ബുക്കായിരുന്നു ഡൈജസ്റ്റ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് നിയമം പഠിക്കുന്നതിന് വേണ്ടി ഒരു പുസ്തകമായിരുന്നു ഡൈജസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷം ഈ സാമ്രാജ്യം തകർന്നു പോകുന്നുണ്ട്. പൗരസ്ത്യ റോമ സാമ്രാജ്യം തകർന്നു. ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പാശ്ചാത്യ റോമ സാമ്രാജ്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ റോമൻ എംപയറിൽ നമ്മൾ പുറത്ത് നോക്കിയാൽ തന്നെ ഈ റോമൻ സാമ്രാജ്യത്തിൽ പിന്നെ പല പല ആൾക്കാർ ട്രൈബുകളൊക്കെ ആക്രമിക്കുന്നുണ്ട്. ഈ റോമൻ സാമ്രാജ്യത്തിൽ നമ്മൾ 2 പേജ് പറഞ്ഞാൽ അതിൽ ഓരോ ഭാഗങ്ങളെയും ഓരോരോ ട്രൈബൽ ആൾക്കാർ വന്ന് ആക്രമിക്കുന്നു. അപ്പോൾ പലവിധമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഈ റോമൻ സാമ്രാജ്യം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ പീപ്പിൾ ആയിരുന്നു ഫ്രാൻസ് എന്നറിയപ്പെടുന്ന, ഫ്രാൻസ് എന്നാണ് അവരെ വിളിച്ച പേര്. നമ്മളിപ്പോൾ പറഞ്ഞ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ വെസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. കുറെ ട്രൈബൽ പീപ്പിളൊക്കെ ഇതിനെ ആക്രമിക്കും. അപ്പൊ ഈ ട്രൈബൽ പീപ്പിളിനെ ആക്രമിക്കുന്നതിന് കൂടുതൽ ആക്രമിച്ച ആൾക്കാരായിരുന്നു ഫ്രാൻസ് എന്നുള്ള ട്രൈബൽ പീപ്പിൾ ആയിരുന്നു. ഈ ഫ്രാങ്കുകൾ എന്നിട്ട് അവിടെ ഒരു സാമ്രാജ്യ സ്ഥാപനം എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ എംപയർ. അതിനെ വിളിച്ച പേരാണ് ഫ്രാങ്കിഷ് എംപയർ എന്നാണ് അവർ വിളിച്ച പേര്. ഇപ്പൊ വെസ്റ്റേൺ റോമൻ എംപയറിനെ ധാരാളം ട്രൈബൽ ആൾക്കാർ ആക്രമിക്കുന്നു. എന്നിട്ട് അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്നത്. ഈ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തെ വിളിച്ച പേരാണ് ഫ്രാങ്കിഷ് എംപയർ എന്നാണ് വിളിച്ചിരുന്നത്. ദ ഫേമസ് എംപയർ ഓഫ് ഫ്രാങ്കിഷ് എംപയർ ഷാലമീൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തിയായിരുന്നു ഷാലമീൻ ചക്രവർത്തി. പ്രധാനപ്പെട്ട ചക്രവർത്തിയുടെ പേരെന്തായെന്ന് വെച്ചാൽ ഷാലമീൻ ചക്രവർത്തി. കരോലിഞ്ചിയൻ വംശത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഷാലമീൻ അറിയപ്പെടുന്നത്. ഇപ്പൊ വെസ്റ്റേൺ റോമൻ എംപയറിൽ ഫേമസ് എംപറർ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഷാലമീൻ. കരോലിഞ്ചിയൻ വംശജനായിരുന്ന ഷാലമീൻ ആയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ അദ്ദേഹം ഫ്രാങ്കിഷ് എംപയർ തന്നെ ട്രൈബൽ ആൾക്കാർ, ഫ്രാങ്കിഷ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന ട്രൈബൽ ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഷാലമീൻ.
ഇദ്ദേഹമായിരുന്നു പിന്നീട് അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. വെസ്റ്റേൺ റോമൻ എംപയറിൽ ഒരു സാമ്രാജ്യം സ്ഥാപനം. അപ്പൊ ഈ ഷാലമീൻ അവിടെ അന്നത്തെ പോപ്പായിരുന്ന പോപ്പ് ലിയോ തേർഡ് എന്നുള്ള ഒരു പോപ്പിനെ രക്ഷപ്പെടുന്ന ലൊംബാർഡുകൾ എന്നറിയപ്പെടുന്ന ട്രൈബൽ പീപ്പിളിൽ നിന്ന് അദ്ദേഹം പോപ്പിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ലിയോ മൂന്നാമൻ എന്നറിയപ്പെടുന്ന പോപ്പിനെ അദ്ദേഹം രക്ഷപ്പെടുന്നു, ഷാലമീൻ രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് പോപ്പ് അതിന് നന്ദി സൂചകമായിട്ട് ഇത് പറഞ്ഞു, ഇനി മുതൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ ഹോളി റോമൻ എംപയർ എന്നായിരുന്നു പിന്നീട് ഈ സാമ്രാജ്യത്തെ അറിയപ്പെടുന്നത്. ഹോളി റോമൻ എംപയർ എന്നായിരുന്നു പിന്നീട്. എന്തുകൊണ്ടാണ് അതിനങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അന്നത്തെ പോപ്പായിരുന്ന ലിയോ തേർഡിനെ ലൊംബാർഡുകൾ എന്ന നാടോടികളിൽ നിന്ന് രക്ഷിച്ചു, ഷാലമീൻ രക്ഷിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഈ പോപ്പ് ഇതിന് വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന് ഇനി മുതൽ അറിയപ്പെടുന്നു പറയുന്നു. അങ്ങനെ ഈ രാജാവിന് പിന്നെ എന്ത് ചെയ്തു? രാജാവിനെ വിശുദ്ധനായ ഒരു ചക്രവർത്തി എന്നറിയപ്പെടുന്ന ആളായിരുന്നു ഷാലമീൻ. അപ്പൊ അദ്ദേഹം പോപ്പിനെ രക്ഷപ്പെടുത്തിയിട്ട് ഈ സാമ്രാജ്യം അതോടത്തിന് ശേഷം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. ഇദ്ദേഹത്തിന് വിശുദ്ധനായ ചക്രവർത്തി എന്നും അറിയപ്പെട്ടു. ഹോളി എംപറർ എന്നറിയപ്പെടുന്ന ആളായിരുന്നു ഷാലമീൻ. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അറിയാൻ പറയുന്നു, പല വിധത്തിൽപ്പെട്ട ആൾക്കാരും നാടോടികളൊക്കെ ഒരുപാട് ആക്രമിക്കുന്ന ഒരു സ്ഥലമായിരുന്നു വെസ്റ്റേൺ റോമൻ എംപയർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന ആൾക്കാർ. ഫ്രാങ്കുകൾ എന്ത് ചെയ്തു? ഈ സാമ്രാജ്യത്തെ ആക്രമിക്കുന്നു. അങ്ങനെ അവർ സ്ഥാപിച്ച ഒരു സാമ്രാജ്യമായിരുന്നു ഫ്രാങ്കിഷ് എംപയർ. അപ്പൊ ഈ ഫ്രാങ്കിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. കരോലിഞ്ചിയൻ വംശജനായിരുന്ന ഷാലമീനായിരുന്നു അത്. അപ്പൊ ഷാലമീനായിരുന്നു അതിൽ ഏറ്റവും പ്രസിദ്ധനായ ഫേമസ് എംപയർ ആയിരുന്നു ഷാലമീൻ. അപ്പൊ ഈ ഷാലമീൻ എന്ത് ചെയ്യാണ്? പിന്നീട് ലിയോ തേർഡ് എന്നുള്ള ഒരു പോപ്പിനെ ലൊംബാർഡുകൾ എന്നറിയപ്പെടുന്ന നാടോടികളിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട് റോമാ സാമ്രാജ്യത്തെ ഇനി മുതൽ വിശുദ്ധമായ വിശുദ്ധമായ റോമാ സാമ്രാജ്യം അറിയപ്പെടുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് ചരിത്രം ഇദ്ദേഹത്തെ പറയുന്നത് ഹോളി എംപറർ എന്നാണ്. ഷാലമീനെ വിളിച്ച പേരായിരുന്നു ഹോളി എംപറർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഷാലമീൻ എന്നറിയപ്പെടുന്നത് ഒരു വലിയ കോൺകറർ ആയിരുന്നു. ഒരു വലിയ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്ററും കൂടിയായിരുന്നു ഈ ഷാലമീൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി. അപ്പൊ ഷാലമീൻ വാസ് എ ഗ്രേറ്റ് കോൺകറർ ആൻഡ് എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം ഒരു വലിയ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററും കൂടിയായിരുന്നു ഈ ഷാലമീൻ. അദ്ദേഹം എങ്ങനെയൊക്കെയാണ് രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നത് വെച്ചാൽ കൂടുതൽ യുദ്ധം ചെയ്തിട്ടില്ലായിരുന്നു. നയതന്ത്രങ്ങളിലൂടെ അദ്ദേഹം ഈ രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പൊ വെസ്റ്റേൺ യൂറോപ്പിന്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇദ്ദേഹം പിടിച്ചെടുത്ത രീതി എന്ന് വെച്ചാൽ മാട്രിമോണിയൽ റിലേഷൻഷിപ്പും പൊളിറ്റിക്കൽ അലയൻസിലൂടെയായിരുന്നു. പൊളിറ്റിക്കൽ അലയൻസിലൂടെയും മാട്രിമോണിയൽ റിലേഷൻഷിപ്പിലൂടെ അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ വെച്ചാൽ പൊളിറ്റിക്കൽ അലയൻസ്, അതായത് മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് ചേർന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഇതിനെ എന്ത് ചെയ്യണം? ഈ രാജ്യങ്ങൾ തമ്മിൽ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നീട് ആ രാജ്യങ്ങളെ തൻ്റെ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ തന്നെ മാട്രിമോണിയൽ റിലേഷൻഷിപ്പ് വെച്ചാൽ അദ്ദേഹം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുകയും അതിനുമായിട്ട് അവിടുത്തെ രാജ്യങ്ങളെ വിസ്തീർണം അങ്ങനെയുള്ള വാങ്ങുമല്ലോ, അതുപോലെ അദ്ദേഹം തൻ്റെ രാജ്യവുമായിട്ട് കൂട്ടിച്ചേർത്ത് സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുമായിരുന്നു. But ഷാലമീൻ was a great conqueror and an efficient administrator ആണ്. ഇദ്ദേഹം എങ്ങനെയൊക്കെ തൻ്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ അലയൻസിലൂടെയും മാട്രിമോണിയൽ റിലേഷൻഷിപ്പിലൂടെയായിരുന്നു ഇദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. He introduced സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു
ഈ ഷാലമീൻ തൻ്റെ രാജ്യം നടപ്പിലാക്കിയ എങ്ങനെയാണ് ഭരണമായി വെച്ചാൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം നടപ്പിലാക്കിയത്. തന്റെ രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്ത രീതികൾ വെച്ചാൽ പൊളിറ്റിക്കൽ അലയൻസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻഷിപ്പിലൂടെയായിരുന്നു. അപ്പൊ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടപ്പിലാക്കി വേറെ രീതിയിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ പിന്നെ അതുപോലെ തന്റെ ഭരണങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അറിയാൻ വേണ്ടി അദ്ദേഹം രഹസ്യമായിട്ട് പോലീസ് പോലുള്ള അങ്ങനെ ആൾക്കാർ ചാരന്മാരെയൊക്കെ ഉപയോഗിച്ചു അങ്ങനെ പേരാണ് കൗണ്ടുകൾ എന്നറിയപ്പെടുന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ഓഫീസേഴ്സിനെ വിളിച്ചത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ ഇൻട്രസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം വിളിച്ച പേരായിരുന്നു കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന രഹസ്യ പോലീസിലേക്ക് അദ്ദേഹം ഏർപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ കൗണ്ടുകളെ നോക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ആൾക്കാർ നിയമിച്ചിരുന്നു. അപ്പം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റ് പേരായിരുന്നു കൗണ്ട്. അപ്പൊ കൗണ്ടുകൾ എന്നറിയപ്പെടുന്നതായിരുന്നു ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് നോക്കാനായിട്ട് അദ്ദേഹം മറ്റൊരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. അതിന്റെ പേരാണ് മിക്കി ഡൊമിനിസ് എന്നറിയപ്പെടുന്നത്. മിക്കി ഡൊമിനിസി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വേറെ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എഫക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടി അദ്ദേഹം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി അദ്ദേഹം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു. ഇവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു രഹസ്യ ഡിപ്പാർട്ട്മെന്റിന്റെ പേരായിരുന്നു മിക്കി ഡൊമിനിസി എന്നുള്ള അല്ലെങ്കിൽ മിക്കി ഡൊമിനിസി എന്ന് വിളിച്ചിരുന്നു. ധാരാളം റിലീഫ് ഫണ്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഈ ഷാലമീന്റെ കാലശേഷം ഈ സാമ്രാജ്യം വെസ്റ്റേൺ റോമൻ സാമ്രാജ്യവും അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം നമ്മൾ ആദ്യമായിട്ട് തരംതിരിക്കുന്നത് വെച്ചാൽ ഡയോക്ലേഷ്യസ് ആയിരുന്നു. ഡയോക്ലേഷ്യസ് എന്ന് പറഞ്ഞു റോമൻ സാമ്രാജ്യം രണ്ടായി തരംതിരിക്കുന്നത് ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം എന്നും വെസ്റ്റേൺ റോമൻ പാശ്ചാത്യം എന്നും പൗരസ്ത്യ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം എന്നും. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് നമ്മളിപ്പോൾ പഠിച്ചത് വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിച്ചത്. ഇതിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ ഷാലമീൻ ആയിരുന്നു. അദ്ദേഹം ഏത് ട്രൈബിലുണ്ടെന്ന് വെച്ചാൽ ഫ്രാങ്കുകളിലായിരുന്നു. ഫ്രാങ്കിഷ് സാമ്രാജ്യം സ്ഥാപിക്കുന്ന അതിൽ ഉൾപ്പെടുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ഈ ഷാലമീൻ എന്നറിയപ്പെടുന്നത്. പിന്നീട് ഷാലമീൻ എന്ത് ചെയ്യേണ്ടത് തൻ്റെ രാജ്യത്തിന് വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് എങ്ങനെയൊക്കെ വെച്ചാൽ പൊളിറ്റിക്കൽ അലയൻസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു കാര്യമായിരുന്നു ഇത് കൗണ്ടുകൾ. ഈ കൗണ്ടുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പേരായിരുന്നു മിക്കി ഡൊമിനിസി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ധാരാളം പൂവർ ഫണ്ടുകളും റിലീഫ് ഫണ്ടുകളും ഒക്കെ അദ്ദേഹം ഉണ്ടാകുന്നു. ഇദ്ദേഹത്തിന്റെ കാലശേഷം ഈ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം അധപ്പതിക്കുന്നു. നമ്മളൊന്നിട്ട് പറയുന്നത് പഠിച്ചതെന്ന് വെച്ചാൽ മെഡീവൽ പീരീഡിനെ കുറിച്ചാണ് പഠിച്ചത്. മെഡീവൽ പീരീഡ് 5th to 15th സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പേരാണ് മെഡീവൽ പീരീഡ് എന്നറിയപ്പെടുന്നത്. അപ്പൊ മെഡീവൽ പീരീഡിലാണെങ്കിൽ ഓരോ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഒരു ഇതാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നടന്നെങ്കിലും പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ മിക്കവാറും ഒക്കെ സെയിം ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ഈ റോമൻ സാമ്രാജ്യമാണ്. ഡയോക്ലേഷ്യസ് ചക്രവർത്തി റോമ സാമ്രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചു. തൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. ഈ രണ്ടായിട്ട് ഒന്ന് ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം എന്നും മറ്റത് വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം. ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കോൺസ്റ്റാന്റിനോപ്പിൾ. വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ റോമായിരുന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് അത് ആൻഷ്യൻ നെയിം എന്നറിയപ്പെടുന്നത് ബൈസാൻഡിയം. ഈ സാമ്രാജ്യത്തെ വിളിച്ച പേര് ബൈസാൻഡിയം എംപയർ എന്നും വിളിച്ചിരുന്നു. ബൈസാൻഡിയത്തിന്റെ ആദ്യത്തെ പേര് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആദ്യത്തെ പേര് ബൈസാൻഡിയം, പിന്നീട് അത് കോൺസ്റ്റാന്റിനോപ്പിൾ ആവുന്നു. പിന്നീട് ഇപ്പോഴതിനെ വിളിക്കുന്ന പേരാണ് ഇസ്താംബുൾ. ഈ ഈസ്റ്റേൺ റോമൻ എംപയറിലെ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ജസ്റ്റീനിയൻ ചക്രവർത്തി. അദ്ദേഹം കൊണ്ടുവന്ന നിയമമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതിന്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് 3 ഭാഗമുണ്ടായിരുന്നു. ദി കോഡ്, ദി ഡൈജസ്റ്റ്, ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ 3 ഭാഗം ഉണ്ടായിരുന്നു.
അപ്പോൾ കോഡ് എന്നറിയപ്പെടുന്നത് എക്സിസ്റ്റിംഗ് ലാസിനെ കുറിച്ച് ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമായിരുന്നു കോഡ് എന്നറിയപ്പെടുന്നത്. ഇതിൽ നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകമായിരുന്നു ഡൈജസ്റ്റ്. പിന്നെ നിയമം പഠിക്കുന്നതിനുള്ളൊരു പുസ്തകമായിരുന്നു ഇത് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇതിന് മറ്റ് രാജാക്കന്മാരെ എടുക്കുമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട രാജാവായിരുന്നു നെപ്പോളിയൻ ചക്രവർത്തി. അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിലെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം എന്ന ഫ്രാൻസിന് ഈ അദ്ദേഹത്തിൻ്റെ കോർപ്പസ് ജൂറിസ് സിവിൽസ് ഒക്കെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പിന്നീട് ജസ്റ്റീൻ ചക്രവർത്തിയുടെ മരണശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. വെസ്റ്റേൺ റോമൻ എംപയറാണ്. അതിൽ ഒരുപാട് ട്രൈബൽ പീപ്പിളാണ് ആക്രമിക്കുന്നത്. പ്രധാനപ്പെട്ടതായിരുന്നു ഫ്രാങ്കുകൾ. അങ്ങനെ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമായിരുന്നു ഫ്രാങ്കിഷ് എംപയർ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഷാലമീൻ ചക്രവർത്തി. പോപ്പ് ലിയോ തേർഡിനെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് ഇദ്ദേഹത്തിനെ വിളിച്ച പേരാണ് വിശുദ്ധനായ ഹോളി എംപറർ എന്നറിയപ്പെടുന്നു. ഈ സാമ്രാജ്യത്തെ വിളിച്ച പേരാണ് ഹോളി എംപയർ എന്നറിയപ്പെടുന്നു. വെസ്റ്റേൺ റോമൻ എംപയർ ആണ്. പിന്നീട് ഇദ്ദേഹം തൻ്റെ രാജ്യം മറ്റു രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് തൻ്റെ രാജ്യത്തെ വിസ്തൃതിവർദ്ധിപ്പിക്കുന്നുണ്ട്. യൂറോപ്പിലേക്ക് ഇദ്ദേഹം പോകുന്ന തൻ്റെ മറ്റ് സാമ്രാജ്യങ്ങളെയൊക്കെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ വെച്ചാൽ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പിലൂടെയും മാട്രിമോണിയൽ റിലേഷൻഷിപ്പിലൂടെയും അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം കൊണ്ടുവന്നത്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസിക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയതായിരുന്നു കൗണ്ടുകൾ എന്നറിയപ്പെടുന്നത്. ഇത് നോക്കാൻ വേണ്ടിയിട്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. പിന്നെ എന്ന് പറയുന്നത് സാധാരണ റിലീഫ് ഫണ്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഷാലമീൻ്റെ മരണശേഷം ഈ റോമൻ സാമ്രാജ്യം അധപ്പതിക്കുന്നു. ഇത്രയുമാണ് നമ്മളിന്ന് ഈ പാഠഭാഗത്തിൽ പഠിച്ചത്.